പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി മീൻ പീര വറ്റിക്കുന്നതാണ്. അതായത് ചൊരക്കയിട്ട് ഉള്ള മീൻ പീര വറ്റിക്കൽ. ഇതാ ഈ ചൊരക്ക തോലി ചെത്തി അരിഞ്ഞെടുത്ത് അതാണ് മെയിൻ. മത്തിതാ ഇതാ ഇതാ മത്തി ചൊരക്ക അരിഞ്ഞെടുത്തത്. ഇത് ചൊരക്കയാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കി ഇതെല്ലാം കൂടെ ഇതാ നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ മത്തി ഈ 1/4 കിലോ മത്തിയുണ്ട് കേട്ടോ. 1/4 കിലോ മത്തി 1/2 കിലോ മേടിച്ചാണ് തികയില്ല. അപ്പം നമുക്ക് കൂട്ടാൻ തികയില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒരു കഷ്ണം ചൊരക്ക ഇരിക്കുന്നു. 2 കഷ്ണം ഉണ്ടായി. ഇനി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില. അപ്പോൾ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ചൊരക്ക. ഇതെല്ലാം കൂടെ രജനിയെ ഒരിത്തിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അരവ് ഒരു മൂടി നാളികേരമുണ്ട്. അതിന് ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു 2 ചെറിയുള്ളി, വെള്ളുള്ളി, ഇത്ര സാധനങ്ങളാണല്ലോ. ഇതിലേക്ക് തട്ടിയില്ല. പിന്നെ ഇതിലേക്ക് കുട്ടിയിത്തിരി വെള്ളം തരും. ഇതിലേക്ക് കുടംപുളിയാണ് ചേർക്കുന്നത് കേട്ടോ. കുടംപുളി ആണ് ചേർക്കുന്നത്. എന്താ ഒരു ക്ഷീണം എന്തോ ഉണ്ട്. വന്നപ്പോഴേ നീ കുഴപ്പം തരുമോ? എവിടെ മതി, അത്ര അടിച്ചാൽ മതി. ഇതെല്ലാം കൂടെ നമ്മൾ യോജിപ്പിക്കാം. ഇതിന് ഇത്തിരി വേവുണ്ടല്ലേ രജനി? ഇല്ലല്ലേ. കുട്ടി ഇത്തിരി മുളകും കൂടെ വേണം. മുളക് പൊടി അതൊരിട്ടൊന്ന് കത്തിക്കും. മകളെ ഏൽപ്പിക്കാണ് ഞാനിതിലേക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ ഏൽപ്പിക്കുന്നു. എപ്പോഴും അത്രയും പോലെ ഇനി വെള്ളം കത്തിച്ചോ. പാകത്തിനുള്ള മുളകിട്ടു. മുളക് പൊടി ഇട്ട് പാകം. ഇതിന് എനിക്കുണ്ട് ക്ഷീണമായിട്ട്. നിനക്ക് ക്ഷീണമുണ്ട് കുട്ടി. ചെറിയ ചൂട് വല്ലതാണോ? നല്ല ചൂടായിരുന്നു നീ. പിന്നെ എങ്ങനെ മനുഷ്യനൊക്കെ തീരും ഇത്തവണ ഇത് ചൂട് കേട്ടോ. കാരണം കഴിഞ്ഞ തവണത്തേക്കാട്ടി കൂടില്ല കുട്ടിയെ ചൂട്. അപ്പം നമ്മൾ ഒക്കെ തീ കത്തിച്ചു. ഇനി അടുപ്പത്തിരുന്നത് വേഗട്ടെ. നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ. ഈ മീൻ ഇവിടെ നിന്ന് വറ്റട്ടെ. നമുക്ക് ഇതാ കച്ചട്ടിയില്ല. ഇതാ സാമ്പാർ, ഇതാ അവിയൽ, പിന്നെ അച്ചാറൊക്കെ ഉണ്ട്. ഈ മത്തി വറ്റിച്ചത് മതി. ഈ സാമ്പാറും ഈ അവിയലും നമ്മുടെ രജനിയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് വിടുന്ന വറ്റട്ടെ.
രാവിലത്തെ കടലയൊക്കെ ഇരിക്കുന്നു കൂടുതൽ. അടുപ്പത്ത് അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ഇത് ഒരു തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഞാൻ മരിക്കാൻ നോക്കുന്നു. ഒരു തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ തിരി കാത്തു വെച്ചിട്ട് ഉപ്പും പുളിയൊക്കെ പാകമാണോ നോക്കണം. ഇനി അതവിടെ കിടന്ന് വേകട്ടെ. ഇനി ഞാൻ നിങ്ങളെ ഒരു ഫേസ് പാക്കാണ് കാണിക്കുന്നത്. വളരെ 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 നല്ലൊരു ഫേസ് പാക്കാണ്. ഞാനിന്ന് ഇതിട്ടു കേട്ടോ. ഇതാ ഇത് നോക്കൂ, കഞ്ഞിവെള്ളമാണിത്. ഇന്നലത്തെ കഞ്ഞിവെള്ളം പാലിൻ്റെ ആട, കട്ടത്തൈരും പാലിൻ്റെ ആടയും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു 1/4 സ്പൂണ് കോറപ്പൊടി ചേർക്കണം. സ്പൂണ് കാടി കുറച്ച് സ്പൂണിവിടെ കഴുകി വെച്ചിട്ട് ഇതാ ഇതിലേക്ക് നമ്മൾ ഇത് തൈരും പാലാടയുമാണ്. ഇത് കഞ്ഞിവെള്ളം. വളരെ നല്ല ഒരു ഫേസ് പാക്കാണ്. കണ്ടല്ലോ, ഇടയ്ക്ക് ഞാൻ ക്ഷീണിച്ചൊക്കെ അങ്ങ് വല്ലാണ്ടായപ്പം എനിക്കൊരു വിഷമം. ഞാൻ ചെയ്യുക അവിടെ ഇവിടുത്തെ കോറപ്പൊടി ഇരുന്ന കോറപ്പൊടി കോറപ്പൊടി ഒരു ശകലം മതി. ഉണ്ടോ, ഇത് മതി, ഇത്രയും മതി കോറപ്പൊടി. റാഗി പൗഡർ ഇട്ടു. ഇനി നമ്മൾ ഇവിടെ മുഖമൊക്കെ പൊട്ടൊക്കെ ഒന്ന് മാറ്റാം. ഇതിൽ ഒരു തുള്ളി കഞ്ഞിവെള്ളവും ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഇതാ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കാം. ആ മീൻ അവിടെ കിടന്ന് വേവുകയും ചെയ്യും. അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാം. രജനി ഉള്ളപ്പോഴാണെങ്കിൽ അവളെ ഒന്ന് ഒരു സഹായമുണ്ട്. ഇതിനൊന്നും അവൾ സഹായത്തിനൊന്നും നിൽക്കില്ല കേട്ടോ. ഇതിനൊന്നും അവൾ സഹായത്തിന് നിൽക്കില്ല കേട്ടോ കൂട്ടുകാരെ. ഇത് നമുക്ക് അവിടെ വെച്ച് നോക്കാം. ഇതപ്പോൾ കോറപ്പൊടി 1/4 ടീസ്പൂണാണ്. ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നവർക്കാർക്ക് കുറച്ച് ഞാൻ എടുത്തുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ തൈര്, കട്ടത്തൈര്, ഒരു 1/4 ടീസ്പൂൺ എണ്ണ ഞാൻ എടുത്തോളാം. 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂൺ പാലാട. പാല് കാച്ചി വെച്ച് കഴിയുമ്പോൾ മുകളിൽ വരുന്ന ആടയില്ല, അത് ഒരു 1/2 ടീസ്പൂൺ റാഗി പൗഡർ, ഒരു തുള്ളി വെളിച്ചെണ്ണ. ഇത് പായ്ക്കായി ഉണ്ടാവും. ഈ മീൻ വേകുമ്പോഴത്തേക്ക് അത് വന്നു നല്ലൊരു പായ്ക്കാ കുട്ടികളെ. ഉണ്ടോ കാണുന്നില്ലേ? ഉണ്ടോ, ഇതാണ് ആ പായ്ക്ക്. എനിക്ക് അത്ര പൊസിഷനൊന്നും കാണിക്കാൻ അറിയില്ല മക്കളെ. നല്ലൊരു പായ്ക്ക. ഇനി
ഇതാ പായ്ക്ക് നിങ്ങൾ കണ്ടല്ലോ. ഇതാ പായ്ക്ക്. ഇനി ഇതിലേക്ക് എവിടെയാടി ഇവിടെ ഞാൻ എടുത്ത് വെച്ചിരുന്ന തേന് ഒരല്പം തേൻ ഒഴിക്കണം നമുക്ക്. തേനില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതാ തേൻ എന്താ ഒരല്പം തേൻ ഇതിലൊഴിക്കാം. ഇതാ മതി. ഇതെല്ലാം കൂടെ നല്ലൊരു പായ്ക്കാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ മുഖത്തിന് മാറ്റം വരും. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മളിത് ചെയ്താൽ മതി. നല്ലതാണ്. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു മാറ്റം വന്നു. എൻ്റെ മുഖം നിങ്ങൾ കണ്ടില്ലേ, വലിയൊരു മാറ്റം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഒന്ന് ചെയ്തു കൊടുക്കാം. ഇപ്പോൾ ഇതിൽ കട്ട തൈരുണ്ട്, പാലിൻ്റെ ആടയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, ഒരു തുള്ളി കഞ്ഞിവെള്ളമുണ്ട്, തേനുണ്ട്. ഇത് തേൻ മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ കാണുകയില്ലായിരിക്കും, അത് സ്കിപ്പ് ചെയ്യാം. ഇനിയെന്താ നല്ല ഇന്നലത്തെ കഞ്ഞിവെള്ളം. ഇത് ഫ്രിഡ്ജിൽ വെച്ചതെങ്കിൽ കുറച്ച് കട്ടിയായി, ഞാൻ വെച്ചില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതിൻ്റെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതിൻ്റെ ഞാൻ പറയാൻ വന്നേ, ഇതിൻ്റെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് അങ്ങ് പോകും. നല്ലതാണ്. മുഖം ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഞാനിന്ന് ഈ കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് ഈ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം, ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അല്ല കഞ്ഞിവെള്ളമാണ് കേട്ടോ, ഇന്നലത്തെ കഞ്ഞിവെള്ളം. നല്ലതാണ്. നമ്മൾ പെടലിക്കും ചെയ്യണം കേട്ടോ, അല്ലേ ഇത് രണ്ടും രണ്ട് കളറായിരിക്കും. അതിൻ്റെ പെടലിനൊക്കെ രണ്ടും ഒന്നല്ലേ ഉണ്ടോ. ഇതിനി ആ മീനൊന്ന് തിളച്ചോ നോക്ക്, തിളച്ചെങ്കിൽ തിരിയുണ്ടാക്കുക. ഇതാ ഇവിടെ ഒന്നും പാടില്ല. നല്ല മാറ്റം കിട്ടും നമ്മുടെ മുഖത്തിന്. വല്ലപ്പോഴും ഒക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം കുട്ടികളെ. ബ്യൂട്ടി പാർലറിൽ പോയി കുറേ നേരം അവിടെ കിടന്ന് കണ്ണി കണ്ടതെല്ലാം മാതിരി മുഖത്തിടുന്നതിനെക്കാട്ടി ഭേദമല്ലേ അവനവൻ്റെ അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു മതി, ഇത്രയും മതി. എൻ്റെ മുഖത്ത് എൻ്റെ പ്രായം എത്രയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയും. ഈ പ്രായത്തിൽ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഇടയ്ക്കൊക്കെ എന്നൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും. ഞാനൊരു പാർലറിലൊന്നും പോയിട്ടില്ലപ്പം കേട്ടോ രജനിയെ. എന്നിട്ട് അമ്മയുടെ മുഖപ്പനി അതുകൊണ്ടാണ് ഇങ്ങനെ അമ്മയുടെ മുഖം വെട്ടിത്തളഞ്ഞു. വെട്ടുന്നൊന്നുമില്ല. ഒരു 2 സെക്കൻഡ് ഒന്ന് പിടിക്കട്ടെ. 2 സെക്കൻഡ് പിടിക്കട്ടെ. രണ്ട് സെക്കൻഡ് മതി കേട്ടോ. രണ്ടേ 2 സെക്കൻഡ് മതി. ഇനി ഇത് ഞാൻ കുറച്ച് പറയട്ടെ. നീ ഉപയോഗിക്കും പിന്നെ ഇത് ആവശ്യത്തിനെടുത്തു. ഇനി ഇതിന് നമുക്ക് തുടച്ച് കളയാം. രജനി അതിനിടെ പറ്റിയ ആ നെല്ലിക്ക അങ്ങ് ചതച്ചേ, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇനി വൈകടി ഇതാ ഉണ്ടോ. ഇപ്പം തന്നെ നോക്കൂ കുട്ടികളെ, മുഖം ഉണ്ടോ. എൻ്റെ വയസ്സായ മുഖമാണ്, നിങ്ങളെപ്പോലെ തുടുക്കില്ല, എന്നാലും തുടുപ്പുണ്ട്. ഇനി ഇത് നമ്മളിത് അടിച്ചു. ഇനി എന്താ ഇതിങ്ങനെ ഈ മിക്സ് നമുക്ക് ഈ പാക്ക് നമുക്ക് നോക്കിയിടാം. എന്താ മുഖത്തിന് നല്ല മാറ്റം. ഇതാ ഇനി ഇത് നമുക്ക് കുറേശ്ശിതാ
ബാക്കിയുള്ളത് നമുക്ക് എടുത്ത് വെച്ചാൽ നാളെയൊക്കെ വേണേൽ ഉപയോഗിക്കാം. അല്ല രജനിക്ക് വേണേൽ അവൾക്ക് കൊടുക്കാം. അവൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് ഇങ്ങനെ എന്നോട് മേടിച്ച് ചെയ്യും. അതാണ് അവിടെ മുഖത്തിൻ്റെ ഗ്ലാമർ കണ്ടില്ലേ, നല്ല ഗ്ലാമറല്ലേ, നിങ്ങൾ കാണുന്നില്ലേ? രജനിയെ നീ അതിൻ്റെ അടിയിലേ നീ അതിൻ്റെ അടിയിലേ കമൻ്റ് ഇട്ടേര്, ഞാനിത് ഉപയോഗിക്കാറില്ലെന്ന്, ടീച്ചറ് എനിക്ക് തരാറുമില്ലെന്ന്. തന്നാൽ നിൻ്റെ ഗ്ലാമർ പോകുന്ന വിചാരിച്ച് തരാതിരിക്കുന്നു എന്ന് പറ. കണ്ടോ? നല്ല വ്യത്യാസമായി കുട്ടിയായിട്ട്. ഇത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. ഇനി ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. 15 മിനിറ്റ്. ഇനി ഇത് നമുക്ക് വേണം നമ്മുടെ കയ്യിലും തേക്കാം. ഇതാ ഇത് പക്ഷേ ഞാൻ നാളത്തേക്ക് വയ്ക്കാം, 2 ദിവസം അടുപ്പിച്ച് തേക്കാം. ഇത് മാസത്തിലൊരു ദിവസമായാലും മതി, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്നായാലും മതി കേട്ടോ. കൂടുതലായിട്ടൊന്നും വേണ്ട. ഇതിലൊന്നും അപകടകാരിയില്ലല്ലോ, ഒരു കെമിക്കലും ഇല്ലല്ലോ. നമ്മൾ പാർലറിലൊക്കെ പോയിരിക്കും അവരെന്തൊക്കെയാണ് വാരി നമ്മുടെ മുഖത്ത് തേക്കുന്നതെന്ന് ആര് കണ്ടു? കൈയൊക്കെ ശരിയാവട്ടെ, ബാക്കി കയ്യിൽ തേക്കാം. ഒരു 10 മിനിറ്റ് മതി, ഉണങ്ങും. ഇപ്പോഴത്തെ ഉണക്കാലം ആയതുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് കേട്ടോ രജനി, 10 മിനിറ്റ് കൊണ്ട് ഇത് ഉണങ്ങും. രജനിയെ നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയേ, ഒന്ന് കേൾക്കട്ടെ. നീ കൂടെ ഉണ്ടെങ്കിലല്ലേ എൻ്റെ കാര്യങ്ങളൊക്കെ ഓളം വരൂ. അപ്പം ഞാൻ അതിനിടെ നീയും വാ. ഇനി ഇത് നമ്മൾ ഇടുമ്പോൾ നമ്മൾ കുറച്ച് സമയത്തേക്ക് മിണ്ടാതിരിക്കണം. രജനി രക്ഷപ്പെട്ടു, ഞാൻ കുറച്ച് ദിവസം സമയം മിണ്ടായിരിക്കുമല്ലോ. ഇതാണ് പായ്ക്ക്, നല്ലൊരു പായ്ക്കായത്. ഇതെന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ഇന്നലത്തെ കഞ്ഞിവെള്ളം എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നു, ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും കൂടി ഒരു കട്ടിയാവും, ഒരു തണുപ്പും കിട്ടും. പക്ഷേ എനിക്ക് തണുപ്പ് പറ്റില്ല, അതുകൊണ്ട് ഞാൻ തണുപ്പ് ഇഷ്ടമാണ്, പക്ഷെങ്കിൽ ഞാനത് ചെയ്തില്ല. എന്നിട്ട് നമ്മൾ ആ വെള്ളം കൊണ്ട് നമ്മുടെ ഫേസ് നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ആ ശരി, ഓക്കെ. ഒരു ബൈ പറഞ്ഞിട്ട് പോകും. എൻ്റെ രജനി പോവുക. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ ആ മുഖം നല്ലോണം ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് അതിന് ശേഷം നമ്മൾ അത് തുടച്ച് കളയണം. തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ തൈര്, കട്ട തൈര്, 1/2 ടീസ്പൂൺ ഇന്നത്തെ പാലിൻ്റെ ആട, മുകളിൽ വരില്ല ആട, പണ്ടൊക്കെ അതാ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആട, അത്. പിന്നെ ചിലർ മഞ്ഞൾപ്പൊടി ചേർക്കും, വേണേൽ ചേർക്കാം. എനിക്ക് ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഒരു മഞ്ഞ നിറം വരും, അത് ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ കോറ പൗഡർ, റാഗി പൗഡർ, ഒരു തുള്ളി തേന്, ഒരു തുള്ളി വെളിച്ചെണ്ണ, ഇത്ര യോജിപ്പിച്ച് മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്ന പായ്ക്കായത്. നമ്മൾ ഈ ക്ലെൻസിങ് കഞ്ഞിവെള്ളം കൊണ്ടുള്ള, ഇന്നലത്തെ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ക്ലെൻസിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പായ്ക്ക് നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. നോക്കൂ, തേച്ച് പിടിപ്പിച്ചു. ഇനി ഒരു 15-20 മിനിറ്റിനുള്ളിൽ ഇത് ഉണങ്ങും. 15-20 മിനിറ്റിനുള്ളിൽ ഇത് ഉണങ്ങും. ഒരുപാട് ഉണങ്ങരുത്. എന്നിട്ട് നമ്മൾ വെള്ളം ഇങ്ങനെ നമ്മുടെ മുഖത്ത് സ്പ്രേ ചെയ്തിട്ട് അത് ആ പായ്ക്ക് കൊണ്ട് തന്നെ ഒന്ന് നമ്മൾ മസാജ് ചെയ്യുക. ആ പായ്ക്ക് കൊണ്ട് തന്നെ നമ്മൾ മസാജ് ചെയ്യുക. കുട്ടികളെ എൻ്റെ ഫോൺ എവിടെയോ പോയി, അത് പോട്ടിനി. പിന്നെ മസാജ് ചെയ്യണം. ആ പായ്ക്ക് കൊണ്ട് തന്നെ നമ്മൾ മസാജ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞ് മുഖം കഴുകി കളഞ്ഞ് നിങ്ങളൊന്ന് നോക്ക്, എന്തൊരു ശോഭയായിരിക്കും മുഖത്തിന്.
5 മിനിറ്റ് കഴിയട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ വീട്ടിലിത് ചെയ്യുമ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിലെ അടുക്കളയിലെ ജോലി നടക്കും, നമുക്കിത് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ അടുക്കളയിലെ ജോലി നടക്കും. നമുക്ക് ഒന്ന് നോക്കാം നമ്മുടെ മീൻ എന്തായാലും. അതിനിടെ കൂടി ഇത് വന്ന് ചട്ടിയെ നടക്കുന്നു. നമുക്ക് മീൻ എന്തായാലും നോക്കാം. ഞാൻ നോക്കട്ടെ ഇതിന് എന്തൊക്കെ ഉണ്ടെന്ന്. മതി, എല്ലാം ഉണ്ട്. ഒരിത്തിരി ഉപ്പൂടി ഇടാം. എരിവ് ഇത്തിരി വേണം തോന്നുന്നു, എരിവ്. അപ്പോഴത്തേക്ക് ഇത് ഉണങ്ങട്ട് കേട്ടോ. നമ്മുടെ രജനിക്കുട്ടി ഇങ്ങനെ ഇത് നല്ലോണം വറ്റണം. ഞാൻ മുഖം കഴുകി കഴിഞ്ഞാലേ ഇത് പറ്റുള്ളൂ. ഒന്നാമത്തെ ഫാനുള്ളതുകൊണ്ടേ അടുപ്പ് മെല്ലെ കത്തുള്ളൂ. ഇന്നലെ മത്തി തേങ്ങ അരച്ച് ഗ്രേവി ആയിട്ട് കറി വെച്ചു, മാങ്ങായിട്ടത്. ഇതെടുക്കുമ്പോൾ മത്തി കുറവാണ്, കുറച്ചേ ഉള്ളൂ. അപ്പം ഞാൻ അവിടെ കണ്ട് വേറെ വയ്ക്കും. ഇതിടുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല, പക്ഷേ ഞാൻ സംസാരിച്ചു. ഇത് വാഷ് ചെയ്യുമ്പോൾ നല്ല മാറ്റാവും. നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം, ഒരു ചിലവുമില്ല. കോറപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർക്കാം, പക്ഷെ കോറപ്പൊടിയാണ് ബെസ്റ്റ്. ഉണങ്ങട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അടുക്കളയിൽ പാചകവും നടക്കും. നമുക്ക് നല്ലൊരു ഫേസ് പാക്കാണിത്. മുഖം നന്നായിട്ട് ചുമ്മാ അത് വെട്ടിത്തിളങ്ങുന്നൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ നമ്മൾ ഇത് വെട്ടിത്തിളങ്ങുകയല്ല, മുഖത്തിന് നല്ല വെണ്മയായിരിക്കും. മുഖത്തിന് കറുപ്പ് ഒന്നും കാണുകയില്ല. ഈ കറുത്ത കുത്തുകളോ അങ്ങനെ. എനിക്ക് പിന്നെ കറുത്ത കുത്തുകളും ഇവിടെ ഇങ്ങനെയൊന്നും ഇരിക്കില്ല. എൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ ഫേസ് ഇങ്ങനെ ഇരിക്കുക. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യും. അടുക്കളയിൽ നിന്നുകൊണ്ട് വീട്ടു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് ഇന്നതൊന്നുമില്ല അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഒരു തവണ ഞാൻ ചെയ്ത് നോക്കുമ്പോൾ സക്സസ് ആകുകയാണെങ്കിൽ അത് തന്നെ ചെയ്യും. അതിപ്പോൾ സക്സസ് ആകുകയാണെന്ന് നമുക്ക് നോക്കാമല്ലോ. ഒരു തവണ നോക്കി സക്സസ് ആകില്ലെങ്കിൽ പിന്നെ നമുക്ക് അത് ചെയ്യണ്ടല്ലോ. പിന്നെ മുഖത്ത് രാസവസ്തുക്കളൊന്നും അല്ല, നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഈ പായ്ക്ക് ഉണ്ടാക്കണം, ഈ ഫേഷ്യൽ ചെയ്യണം. നമുക്ക് ഒരു ചിലവുമില്ല ഈ ഫേഷ്യലിന്. ഇതാ ബാക്കിയുള്ള ഞാൻ എടുത്തു വെച്ചിട്ട് ഞാൻ നാളത്തേക്ക് രജനിക്ക് കൊടുക്കായിരുന്നു. അവൾ തേക്കില്ല, അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അവൾ അല്ലേലെ സുന്ദരിയാണ്. നല്ല കുട്ടി. ഇനി ഇത് ഉണങ്ങുമ്പോൾ ഞാൻ ഈ കഞ്ഞിവെള്ളമില്ലേ അതുകൊണ്ട് സ്പ്രേ ചെയ്യും മുഖത്ത്. ഈ കഞ്ഞിവെള്ളം കൊണ്ട് നല്ല പുളിപ്പുണ്ട്. അപ്പോൾ അതൊരു ഒരു ബ്ലീച്ച് എഫക്റ്റും കിട്ടും. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ബ്ലീച്ചിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഓരോരുത്തർ ചെയ്യുന്നൊക്കെ. അതൊക്കെ നമ്മുടെ മുഖത്തിന് എത്ര കേടാണെന്നറിയോ. സ്ഥിരമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ മുഖം ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ ആകെ ടള്ളായിരിക്കും. ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഈ 77 വയസ്സിൽ എൻ്റെ മുഖം ഇങ്ങനെയും ഇരിക്കുന്നത്. ഒന്നും ചെയ്യില്ല. ഇങ്ങനെ വല്ല അടുക്കളയിൽ നിന്നുകൊണ്ട്
ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഫേസ് നല്ലോണം കഴുകി വന്നതിന് ശേഷം ഫേസിൽ നമ്മൾ ഇന്നലത്തെ കഞ്ഞിവെള്ളം എടുത്ത് കുളിച്ചിട്ടുണ്ടാവും. ആ കഞ്ഞിവെള്ളം കൊണ്ട് മുഖം നല്ലോണം ക്ലീൻ ചെയ്യണം, ക്ലെൻസ് ചെയ്യണം. മുഖം നന്നായിട്ട് തിരുമ്മി തേച്ച് പിടിപ്പിക്കണം. അതിന് ശേഷം ഒരു തുണിയെടുത്ത് അത് തുടച്ച് കളയണം, അത് ഉണങ്ങാൻ അനുവദിക്കരുത്, തുടച്ച് കളയണം. അതിന് ശേഷം പാലിൻ്റെ ആട, കട്ട തൈര്, പിന്നെന്തുവാ, ഒരു തുള്ളി തേന്, ഒരു തുള്ളി കഞ്ഞിവെള്ളം. ഈ കഞ്ഞിവെള്ളം തന്നെ, കഞ്ഞിവെള്ളം വളരെ ബെസ്റ്റാണ് മുഖത്തിന്. കഞ്ഞിവെള്ളം, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ, ഒരു തുള്ളി വെളിച്ചെണ്ണ. ഇത്രയും കൊണ്ട് ഉണ്ടാക്കിയ മിശ്രിതം ഞാൻ മുഖത്ത് തേച്ചതിൻ്റെ ബാക്കിയായത് കണ്ടോ. നല്ലൊരു മിശ്രിതമാണ്, അത് നോക്കൂ, നല്ലതാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ പെടലിക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് ഒരുപാട് ട്രൈ ചെയ്യാൻ അനുവദിക്കരുത്. ഇത് ചെയ്യുമ്പം നിങ്ങൾ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിത് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ രാവിലെ ഇത് ചെയ്തു നോക്കി, അന്നേരം ഞാൻ മിണ്ടിയിട്ടേ ഇല്ല. എനിക്ക് അത്ര നേരമൊന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ല, പക്ഷേ ഞാൻ മിണ്ടാതിരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് അങ്ങനെ ഉണങ്ങണ്ട, പാകത്തിന് ഉണങ്ങി. അപ്പം ഈ കഞ്ഞിവെള്ളം കൊണ്ട് സ്പ്രേ ചെയ്ത് മുഖം സ്പ്രേ ചെയ്തിട്ട് അതായത് പായ കണ്ടോ, ഈ കഞ്ഞിവെള്ളം കൊണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യണം. ഇതൊക്കെ ഉണങ്ങി, ഇങ്ങനെ ഉണങ്ങാൻ പാടില്ല, ഉണങ്ങണ്ട. ഇനി ഇത് ഈ കഞ്ഞിവെള്ളം കൊണ്ട് നല്ലോണം മസാജ് ചെയ്യണം. ഞാനിതൊന്ന് മീൻ തിരിതാത്ത് വെച്ചിട്ട് വരട്ടെ. മീന് ഞാൻ തിരിതാത്ത് വയ്ക്കാൻ പോയി, ചൂടുത്താക്കാം. ഇനി ഈ വെള്ളം കൊണ്ട് തന്നെ നമ്മൾ തൊട്ട്, ഈ കഞ്ഞിവെള്ളം കൊണ്ട് തന്നെ നമ്മൾ തൊട്ട് മാല ഊരി വയ്ക്കാൻ മറന്നുപോയി കേട്ടോ. അതേലോട്ടൊക്കെ ഒന്നാടെ കുത്തുകുത്തായിട്ടുള്ള മാലയാണ്. താലിമാല വേണ്ട, ഊരാൻ മടിച്ചത്. ഇനി നോക്കൂ, മതി. ഇനി നമുക്ക് കഴുകാം. കഴുകാനൊക്കെ കഴുകിക്കളയട്ടെ. നിങ്ങളുടെ മുമ്പിൽ തന്നെ ഞാൻ കഴുകുന്നത് കേട്ടോ.
ഇനി ഉണ്ടോ, ഇനി തുടക്കട്ടെ. ഒരു വെള്ള തുണി കൊണ്ട് നമ്മൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നോക്കൂ. നിങ്ങളുടെ മുഖമാകുമ്പോൾ കുറച്ചും കൂടി ഗ്ലാമർ കിട്ടും. എൻ്റെ വയസ്സായ മുഖമല്ലേ, എന്നിട്ട് എന്താ പെടലിയൊക്കെ കണ്ടോ, ഉണ്ടോ, ഇവിടെ പെടലിയുടെ ചുളിവും ഒക്കെ മാറിക്കിട്ടും. ഉണ്ടോ, ഞാൻ മാസത്തിലൊരിക്കലെങ്ങാനും അത് ചെയ്യുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്ഷീണമായിരുന്നല്ലോ, ആ ഹോസ്പിറ്റലിലൊക്കെ പോയി വല്ലാതെ മുഖമൊക്കെ അങ്ങ് കറുത്തു. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ നോക്കി, ചെയ്ത് നോക്കി. എന്താ എൻ്റെ മനസ്സിൽ തോന്നിയ ഇൻഗ്രീഡിയൻസ് സാധനങ്ങളാണ് ഞാനിത് പിന്നെ വസ്തുതകൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഇന്നത് ചേർക്കാവുന്നത്, അങ്ങനെ ചേർത്തെടുക്കുക. നോക്കൂ, ഇഷ്ടമായില്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. മുഖം അങ്ങനെ സൂപ്പറായിരിക്കും. നല്ലൊരു പാക്ക് ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ഇതിലേക്ക് പോകാം, നമ്മുടെ മീൻ കറിയിലേക്ക്. മീൻ കറിയൊക്കെ വറ്റി സൂപ്പറായി. അങ്ങനെ നമ്മുടെ ഫേഷ്യലിനോടൊപ്പം നമ്മുടെ ചുരക്കായിട്ട് വെച്ച മത്തിയും റെഡിയായി. കണ്ടോ, വറ്റി. നമ്മുടെ ചുരക്കായിട്ട് വെച്ച മത്തി വറ്റി. നിങ്ങളെല്ലാവരും ഇത് ചെയ്യാൻ നോക്കണം. ഈ മത്തി ചുരക്കായിട്ട് വെച്ചാൽ നല്ലതാണ് കേട്ടോ, സൂപ്പർ. ഈ മത്തി ചുരക്കായിട്ട് വെച്ചതാണിത്. കണ്ടോ എന്ത് രസമാണ്, നോക്കൂ. രസം മാത്രമല്ല, രുചിയുമാണ്. എന്താ, അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ തീ അണയ്ക്കട്ടെ. ഇനി നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരല്പം പൗഡർ മാത്രം മുഖത്തിട്ടാൽ മതി. കണ്ടോ, മുഖത്തിന് നല്ല മാറ്റം വന്നില്ലേ, പെടലിക്കുമൊക്കെ. നിങ്ങളെല്ലാവരും ഇത് ചെയ്യണോ, നല്ല മാറ്റം. ഞാൻ ഇന്നാണിത് കണ്ടുപിടിച്ചത്. ഇങ്ങനെ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് നല്ലതാണെന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം. ഈ മീൻകറിയുടെ റെസിപ്പി ഈ ബ്യൂട്ടി പായ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും എന്നോട് അഭിപ്രായം കമൻറ്റിലൂടെയും നിങ്ങളുടെ ഇഷ്ടം ലൈക്കിലൂടെയും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം. പുതിയതായിട്ട് നിറയെ കൂട്ടുകാരെനിക്ക് വരുന്നുണ്ട്. വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രം. താങ്ക് യു സോ മച്ച്.